മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ ഇഡി നടത്തിയ റെയ്ഡിന് പിന്നാലെ തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയ ആക്രമണ സംഭവങ്ങൾ വലിയ പോലീസ് വീഴ്ചയാണെന്ന വിലയിരുത്തലിനിടെ സംഭവത്തിൽ വിശദീകരണം നൽകാൻ DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി. റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ നടന്ന ആക്രമണവും സുരക്ഷാ ക്രമീകരണങ്ങളിലുണ്ടായ പാളിച്ചകളും കൂടിക്കാഴ്ചയിൽ മുഖ്യ വിഷയമായി. തിരുവനന്തപുരം നഗരത്തെ പിടിച്ചുകുലുക്കിയ ഈ സംഭവത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയായ CMRL ഉൾപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ ഒരു നിർണായക നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എത്തിച്ചത്. ഈ കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയുമായി CMRLന് ഉണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് അന്വേഷണ ഏജൻസികൾ നോക്കിക്കാണുന്നത്. ദീർഘനാളായി തുടരുന്ന ഈ നിയമ നടപടികളുടെ ഭാഗമായി ED സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് ഹൈക്കോടതി ഈ വിഷയത്തിൽ റെയ്ഡ് നടത്താൻ അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് കാര്യങ്ങൾ പെട്ടെന്ന് വേഗത്തിലായത്. കോടതിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് അതീവ രഹസ്യമായാണ് ED ഉദ്യോഗസ്ഥരും കേന്ദ്ര സുരക്ഷാ സേനയും തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വസതിയിൽ പരിശോധനയ്ക്കായി എത്തിയത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്ക് ശേഷം ED ഉദ്യോഗസ്ഥരും കേന്ദ്ര സേനാംഗങ്ങളും വസതിയിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് സ്ഥിതിഗതികൾ അപ്രതീക്ഷിതമായി കൈവിട്ടുപോയത്. റെയ്ഡ് വിവരമറിഞ്ഞ് വസതിക്ക് പുറത്ത് തടിച്ചുകൂടിയ CPM പ്രവർത്തകരുടെ പ്രതിഷേധം പെട്ടെന്ന് തന്നെ അക്രമാസക്തമായ സ്വഭാവം കൈവരിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ പ്രവർത്തകർ കല്ലേറ് നടത്തിയതോടെ അന്തരീക്ഷം സംഘർഷഭരിതമായി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലും ED വാഹനത്തിന് നേരെ നടന്ന ഈ അതിക്രമം തലസ്ഥാന നഗരിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണെന്ന വിലയിരുത്തലുകൾക്ക് വഴിവെക്കുകയും ചെയ്തു. വാഹനത്തിന്റെ ചില്ലുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർക്കപ്പെട്ട ഈ ആക്രമണം നിയമ നടപടികളെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന വിമർശനവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയാണ്. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാണുന്നത്. റെയ്ഡിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിനോ പോലീസ് വകുപ്പിനോ മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റെയ്ഡിനെ കുറിച്ച് ED ഞങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കുമായിരുന്നു. എന്നാൽ പ്രതിഷേധത്തിന്റെ മറവിൽ നടന്നത് ആസൂത്രിതമായ അക്രമമാണ്. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചു എന്ന വിലയിരുത്തൽ ശക്തമാകുന്നതിനിടെയാണ് പോലീസിനുള്ളിലെ അഴിച്ചുപണി എന്ന സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ED ഉദ്യോഗസ്ഥർക്ക് നേരെ പിണറായി വിജയന്റെ വസതിക്ക് പുറത്തുവെച്ച് നടന്ന ആക്രമണം ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടായി മാറിയ സാഹചര്യത്തിൽ ഇത് തടയുന്നതിൽ പോലീസ് സേനയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് ഗൗരവകരമായ അന്വേഷണത്തിന് വിധേയമാക്കുകയാണ്. ഈ വിഷയത്തിൽ വിശദീകരണം നൽകാനായി DGP റവാഡ ചന്ദ്രശേഖർ നേരിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ എത്തിയപ്പോൾ ഇന്റലിജൻസ് IG P വിജയൻ, മുൻ DGPയും ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ ഹേമചന്ദ്രൻ എന്നിവരും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും ക്രമസമാധാന പരിപാലനത്തിലും സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് ഈ ഉന്നതതല കൂടിക്കാഴ്ചയിൽ വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഉന്നത അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരമൊരു കയ്യേറ്റം നടന്നിട്ടും അത് മുൻകൂട്ടി അറിയാനോ തടയാനോ സാധിക്കാതെ പോയത് പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇക്കാരണത്താൽ തന്നെ പോലീസ് സേനയുടെ തലപ്പത്തും വിവിധ ചുമതലകളിലും വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ അനിവാര്യമാണെന്ന അഭിപ്രായം ഭരണതലത്തിൽ ഉയർന്നു കഴിഞ്ഞു. എങ്കിലും ഈ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുഖ്യമന്ത്രി VD സതീശൻ തലസ്ഥാനത്ത് തിരിച്ചെത്തുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ആക്രമണത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ബാധ്യത കൂടി പോലീസിനുള്ളതിനാൽ ഭാവിയിൽ ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ഒഴിവാക്കുന്നതിനായി കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും സേനയിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പാണ് ഈ കൂടിക്കാഴ്ച നൽകുന്നത്. ഈ സംഭവം വലിയൊരു രാഷ്ട്രീയ പോരിനും വഴിവെച്ചിട്ടുണ്ട്. ED ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് CPM ആരോപിക്കുമ്പോൾ അക്രമം അഴിമതിയുടെ അവസാനത്തെ പിടിവള്ളിയാണെന്നും ഇത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നുമാണ് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. കോൺഗ്രസും BJPയും ഒത്തുകളിക്കുകയാണെന്ന ആരോപണം ആവർത്തിക്കുന്ന CPM ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരം സിറ്റി DCP തപോഷ് ബസുമതാരിയുടെ നേതൃത്വത്തിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അക്രമത്തെ
അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ തിരിച്ചറിയുകയും നടപടികൾ കർശനമാക്കുകയും ചെയ്യുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം വലിയ നാണക്കേടായി മാറിയ സാഹചര്യത്തിൽ സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കാനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷാന്തരീക്ഷത്തിൽ ED അന്വേഷണവും തുടർന്നുണ്ടാകുന്ന ഭരണകൂട നടപടികളും വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന അതീവ രാഷ്ട്രീയ സംഘർഷാന്തരീക്ഷത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന റെയ്ഡും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും വലിയ ഭരണഘടനാ പ്രതിസന്ധിയാണ് ഉയർത്തിയിരിക്കുന്നത്. നിയമ നടപടികളെ രാഷ്ട്രീയമായി നേരിടാനുള്ള ശ്രമം ജനാധിപത്യ സംവിധാനത്തിൽ ആശങ്കയുളവാക്കുന്ന ഒന്നാണെന്ന് വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയരുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിൽ പോലീസ് പരാജയപ്പെട്ടുവെന്ന ആരോപണം സർക്കാർ തലത്തിൽ വലിയ അഴിച്ചുപണികൾക്ക് കളമൊരുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉന്നതതല തീരുമാനങ്ങളും അന്വേഷണ നടപടികളും കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയിലും പോലീസ് സേനയുടെ ഘടനയിലും നിർണായകമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പാണ്.